5ാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഹിന്ദിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ഏതാണ് കൂട്ടുകാരെ? അത് ഈ ദുലാറി പല്ല് എന്നുള്ളതാണല്ലേ. ഈ ദുലാറി പല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, പ്രിയപ്പെട്ട നിമിഷങ്ങൾ. പല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? നിമിഷം. എന്താണ്? നിമിഷം. അപ്പോൾ ദുലാറി പല്ല് എന്ന് പറഞ്ഞാൽ യെസ്, പ്രിയപ്പെട്ട നിമിഷങ്ങളല്ലേ, അതായത് ലവ്ലി മൊമെൻറ്റ്സ്. പല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻറ്റ്സ് അല്ലേ. അപ്പോൾ ദുലാരെ പല്ലെന്ന് പറഞ്ഞാൽ ലവ്ലി മൊമെൻറ്റ്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ കൂട്ടുകാരെ കാണാനുള്ളത്? മനോഹരമായൊരു ചിത്രം കാണാനുണ്ടല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നത്? ചിത്രമേ ക്യാ ക്യാ ദേഖ് രഹാ ഹേ. എന്തൊക്കെയാണ്? ചിത്രമേ സൂരജ് കോ ദേഖ്താ ഹേ. ചിത്രത്തിൽ എന്തിനെ കാണാനുണ്ട്? യെസ്, ചിത്രത്തിലെ സൂര്യനെ കാണുന്നു. ദെൻ സൂര്യ പൂർവ്വ ദിശാമേ മുദൈ കർത്താ ഹേ. സൂര്യ പൂർവ്വ ദിശാമേ മുദൈ കർത്താ ഹേ. സൂര്യൻ കിഴക്ക് നിന്നാണല്ലേ ഉദിക്കുന്നത്. ദെൻ സൂര്യക്ക് കിരണോ മാറ്റി ഹേ. എന്താണ്? ദൂർ ദൂർ മേം ഊർജെ ഊർജെ ഊഞ്ചെ പഹാഡ് ഹേ. ദൂരത്തായിട്ട് എന്ത് കാണാനുണ്ട്? പഹാഡ് എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? പർവ്വതമല്ലേ, പർവ്വതം കാണാനുണ്ട്. ദെൻ 5 തോത്തെ ആകാശ് മേം ഉഡ് രഹേ ഹേ. ഇവിടെ നോക്കൂ, 5 തത്തകളല്ലേ. 5 തോത്തെ ആകാശ് മേം ഉഡ് രഹേ ഹേ. ദെൻ എന്താണ്? ചിത്രമേ തരഹ് തരഹിക്ക് ഫുൾ ദേഖ് രഹി ഹേ. പലതരത്തിലുള്ള പൂക്കൾ കാണാനുണ്ട് അല്ലേ. ദെൻ എന്താണ്? ഉൻസെ മധു പീനിക്ക് ലിയെ തിത്തലിയാം ബി ആത്തി ഹേ. അതിലെ മധു കുടിക്കാൻ വേണ്ടിയിട്ട് തേൻ കുടിക്കാൻ ആര് വന്നിട്ടുണ്ട്? യെസ്, മധു പീനിക്ക് ലിയെ തിത്തലിയാം ബി ആത്തി ഹേ. മധു നുകരാനായിട്ട് ചിത്രശലഭങ്ങൾ കൂടി വരുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നതൊക്കെ നിങ്ങൾ എഴുതുമല്ലോ. ഓക്കെ, ദെൻ നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയാലോ. എന്താണ് കൂട്ടുകാരെ? യെസ്, ധൂപ് ആ ഗയി എന്നുള്ളതാണല്ലേ. എന്താണ്? ധൂപ് ആ ഗയി. അപ്പോൾ ധൂപ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, വെയിൽ. ധൂപ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിൽ അഥവാ സൂര്യപ്രകാശം എന്നൊക്കെ അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ധൂപ് എന്ന് പറഞ്ഞാൽ യെസ്, വെയിൽ. ദെൻ ധൂപ് ആ ഗയി എന്ന് പറഞ്ഞാൽ വെയിൽ വന്നു, അതായത് സൂര്യൻ വന്നു എന്നല്ലേ. അപ്പോൾ നമ്മുടെ കവിയുടെ പേരെന്താണ്? പ്രയാഗ് ശുക്ല അല്ലേ. പ്രയാഗ് ശുക്ല. ധൂപ് ഈ കവിതാക്കിയ കവി കോൺ ഹേ? ധൂപ് ആ ഗയി എന്ന കവിതയുടെ കവി ആരാണ് കൂട്ടുകാരെ? യെസ്, പ്രയാഗ് ശുക്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. ധൂപ് ആ ഗയി സുബഹ് സുബഹിക്ക് കലിയാം പ്യാരി പ്യാരി മഹിക്കി. കലിയാം പ്യാരി പ്യാരി മഹിക്കി. കലിയാം ഇത്തിനി സാരി മഹിക്കി. ഇതിൽ അറിയാത്ത വേർഡ്സ് ഏതൊക്കെയാണ് കൂട്ടുകാരെ ഉള്ളത്? ധൂപ് നമ്മൾ പറഞ്ഞു, ഫസ്റ്റിനെ പറഞ്ഞല്ലോ. എന്താണ്? വെയിൽ അഥവാ സൺലൈറ്റ് അല്ലേ. ദെൻ സുബഹ് സുബഹ്ക്ക്. സുബഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ. എന്താണ്? രാവിലെ അഥവാ മോർണിംഗ് അല്ലേ. ദെൻ കലിയാം പ്യാരി പ്യാരി മഹിക്കി. കലിയാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ കൂട്ടുകാർക്ക്? പൂമൊട്ടാണ്. എന്താണ്? പൂമൊട്ടുകൾ, ഫ്ലവർ ബഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, കലിയാം എന്ന് പറയുന്നത്. ദെൻ പ്യാരി പ്യാരി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് മീനിങ് വരുന്നത്? മനോഹരമായ. പ്യാരി പ്യാരി എന്ന് പറഞ്ഞാൽ മനോഹരമായ. ദെൻ മഹിക്കീം. മഹിക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? സുഗന്ധം പരത്തുന്ന അഥവാ സ്പ്രെഡ് ഫ്രാഗ്രൻസ്. എന്താണ്? സുഗന്ധം പരത്തുന്ന. ദെൻ കലിയാം നമ്മൾ പറഞ്ഞു പൂമൊട്ടുകൾ. ദെൻ ക്യാരി ക്യാരി മഹിക്കീം എന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ക്യാരി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂത്തടം അഥവാ ഫ്ലവർ ബഡാണ്. ഓക്കെ, എന്താണ്? ക്യാരി എന്ന് പറഞ്ഞാൽ പൂത്തടം. ദെൻ കലിയാം ഇത്തിനി സാരി മഹിക്കീം. കലിയാം ഇത്തിനി സാരി മഹിക്കീം. ഇത്തിനി സാരി എന്ന് പറഞ്ഞാൽ ഒരുപാട്. സോ മെനി എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയില്ലേ, അതിലാണ് ഇത്തിനി സാരി എന്ന് പറയുന്നത്. എന്താണ്? ഇത്തിനി സാരി, ഒരുപാട്. അപ്പോൾ നമുക്ക് ഈ വേർഡ്സ്, അറിയാത്ത വേർഡ്സിൻ്റെ മീനിങ് ഒക്കെ കിട്ടിയല്ലേ. ഇനി നമുക്ക് കവിതയുടെ ലൈൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ധൂപ് ആയി സുബഹ് സുബഹിക്ക് കലിയാം പ്യാരി പ്യാരി മഹിക്ക്. കലിയാം ക്യാരി ക്യാരി മഹിക്ക്. കലിയാം ഇത്തിനി സാരി മഹിക്ക്. അപ്പം എന്താണ് കൂട്ടുകാരെ കവിതയിൽ പറയുന്നത്? ധൂപ് ആകെ സുബഹ് സുബഹിക്ക്, അതായത് രാവിലത്തെ വെയിൽ വന്നിരിക്കുന്നു എന്നാണല്ലേ പറയുന്നത്. ദെൻ കലിയാം പ്യാരി പ്യാരി മഹിക്കി. അപ്പം കലിയാം എന്താ ചെയ്യുന്നത്? പൂമൊട്ടുകളൊക്കെ എന്ത് ചെയ്യാണ്? പ്യാരി പ്യാരി മഹിക്കി, സുഗന്ധം പരത്തുന്ന പ്രിയപ്പെട്ട പൂമൊട്ടുകൾ. ദെൻ കലിയാം ക്യാരി ക്യാരി മഹിക്കി. ക്യാരി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പൂത്തടം അല്ലേ.
അതായത് ഓരോ പൂത്തടത്തിലും സുഗന്ധം പരത്തുന്ന പൂമൊട്ടുകൾ എന്നാണ് പറയുന്നത്. ദെൻ കലിയാം ഇത്തിനി സാരി മഹിക്കി, ഈ പൂമൊട്ടുകൾ എങ്ങനെയാണ്? ഒരുപാട് സുഗന്ധം പരത്തുന്നുണ്ടല്ലേ. കലിയാം ഇത്തിനി സാരി മഹിക്കി, ഒരുപാട് സുഗന്ധം പരത്തുന്ന പൂമൊട്ടുകൾ. ഓക്കെ, ഇവിടെ എന്താണ്? പ്രഭാതത്തിലെ പ്രകൃതിയെ വർണ്ണിക്കുകയാണല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻസ് നോക്കാം നമുക്ക്. हवा बह रही ठंडी ठंडी, घूम रही वह बहकी बहकी, उड़ती उड़ती आई चिड़िया, फुदक फुदक कर वे भी चहकी. എന്താണ് ഇതിൽ ഏതൊക്കെയാണ് കൂട്ടുകാർക്ക് അറിയാത്ത വേർഡ്സ് എന്ന് പറയുന്നത്? യെസ്, ഹവ എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? ഹവ കാറ്റാണ് അല്ലേ. ഹവ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റ് അഥവാ വിൻഡ്. നമ്മൾ പറയാറില്ലേ വിൻഡ്, അതാ കാറ്റ്. ദെൻ ഡണ്ടി ഡണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഡണ്ട മീൻസ് എന്താണ്? തണുത്ത, കോൾഡ്. എന്താണ്? ഡണ്ട മീൻസ് എന്താണ്? തണുത്ത. ദെൻ ഗൂം രഹി വഹ് ബഹ്ക്കി ബഹ്ക്കി. ഇവിടെ നോക്കൂ, ഗൂംന മീൻസ് എന്താണ്? ഗൂം എന്ന് പറയാൻ ചുറ്റിക്കറങ്ങ, ചുറ്റിക്കറങ്ങ അഥവാ വാണ്ടറിങ് ആണ്. ഗൂംന എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റിക്കറങ്ങ. ദെൻ ബഹ്ക്കി ബഹ്ക്കി, ബഹ്ക്കി ബഹ്ക്കി എന്ന് പറയാൻ തത്തിക്കളിക്കുക. എന്താണ്? തത്തിക്കളിക്കുക. ദെൻ ഉടുത്തി ഉടുത്തി ആയി ചിരിയ. ഉഡ്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ കൂട്ടുകാരെ? പറക്കുക അല്ലേ. ഉഡ്ന എന്താണ്? പറക്കുക. ദെൻ ഫുദക് ഫുദക്കർ വേബി ചക്കി. ഫുദക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുദക്ന എന്ന് പറഞ്ഞാൽ ചാടി ചാടി നടക്കില്ലേ. ഈ മൃഗങ്ങളൊക്കെ ഹോപ്പിയില്ലേ. മുയലിനൊക്കെ നമ്മൾ ചാടി ചാടി നടക്കുന്നതിന് എന്താ നമ്മൾ പറയുക? യെസ്, ഹോപ്പിങ് അല്ലേ. അതുപോലെ ഫുദക്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ചാടി ചാടി നടക്കുന്നതിനെയാണ് പറയുന്നത്. ഫുദക്ന എന്താണ്? ചാടി ചാടി നടക്കുക. ദെൻ ചഹ്ക്ന, ചഹ്ക്ന മീൻസ് ചിലയ്ക്ക. അതായത് ഈ ബേഡ്സിൻ്റെ ഒക്കെ ഒരു ചിർപ്പിംഗ് സൗണ്ട് ഉണ്ടല്ലേ, അതിനെയാണ് ഇവിടെ പറയുന്നത് ചഹ്ക്ന. ചഹ്ക്കീം എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ ചിലയല്ലേ. ചഹ്ക്ന മീൻസ് ചിലയ്ക്കുക. ഓക്കെ, ദെൻ മിൽക്കർ ഗായം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുമിച്ച് പാടി നോക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഹവാ ബഹ് രഹി ഡണ്ടി ഡണ്ടി, ഹവാ ബഹ് രഹി ഡണ്ടി ഡണ്ടി, ഗൂം രഹി വഹ് ബഹ്ക്കി ബഹ്ക്കി, ഉടുത്തി ഉടുത്തി ആയി ചിടിയ, ഫുദക് ഫുദക്കർ വേബി ചഹ്ക്കി. അപ്പം എന്താണ് ഈ വരികളിൽ കവി പറയുന്നത്? ഗൂം രഹി വഹ് ബഹ്ക്കി ബഹ്ക്കി, ഹവാ രഹി ടണ്ടി ടണ്ടി, ഗൂം രഹി വഹ് ബഹ്ക്കി ബഹ്ക്കി. അതായത് എന്താണ്? തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അല്ലേ. ടണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ തണുപ്പ്. അപ്പൊ തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഗൂം രഹി വഹ് ബഹ്ക്കി ബഹ്ക്കി, അത് വഹ് മീൻസ് അതല്ലേ. അതെന്ത് ചെയ്യാണ്? തത്തിക്കളിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങുന്നു എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഗൂം രഹി വഹ് ബഹ്ക്കി ബഹി, അത് തത്തിക്കളിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങുന്നു. ഉടുത്തി ഉടുത്തി ആയി ചിടിയ, പറന്ന് പറന്നിട്ട് ആര് വരുന്നുണ്ട്? യെസ്, പക്ഷികൾ വരുന്നു. ഫുദക് ഫുദക്കർ വേബി ചഹ്ക്കി, അവരെന്ത് ചെയ്യാണ്? അവരും ചിലച്ചുകൊണ്ട് ചാടി ചാടി വന്നു എന്നാണല്ലേ പറയുന്നത്. ഫുദക് ഫുദക്കർ വേബി ചഹ്ക്കിം, അവര് ചാടി ചാടി ചിലച്ചുകൊണ്ട് വന്നു. അപ്പോൾ കൂട്ടുകാർക്ക് കവിതയുടെ മീനിങ് മനസ്സിലായല്ലോ. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. രംഗ് ബരേം എന്നുള്ളതാണല്ലേ നമുക്ക് ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. രംഗ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ എന്താണ്? യെസ്, നിറമാണല്ലോ. ഒരുപാട് നിറങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലേ. കൂട്ടുകാർക്ക് അറിയാതെ ചില നിറങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. യെസ്, രംഗ് ബരേം. യഹ് കലി ഹേ, ദെൻ യഹ് ചിടിയാ ഹേ. അപ്പോൾ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നോക്കൂ. ലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവപ്പ്. ലാൽ കളർ എന്താണ്? ചുവപ്പ്. ദെൻ ഹര പച്ച. ദെൻ കാല എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. ഓക്കെ, കാല എന്ന് പറഞ്ഞാൽ എന്താണ്? കറുപ്പ്. ദെൻ നീല, നീല തന്നെ അല്ലേ. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓരോ കളേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഓരോന്നിനും അനുയോജ്യമായ നിറങ്ങൾ നൽകുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. ശബ്ദ പഹിജാനേം കവിതാമേ രേഖാങ്കിത് കരേം. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ എന്ത് ചെയ്യണം? ശബ്ദം എന്ന് പറഞ്ഞാൽ വാക്ക് മനസ്സിലാക്കി എന്ത് ചെയ്യണം നിങ്ങൾ? യെസ്, കവിതാമേം രേഖാങ്കിത് കരേൻ്റെ. രേഖാങ്കിത് മീൻസ് വരയ്ക്കില്ലേ, നമ്മൾ അടിയിൽ വരച്ചു കൊടുക്കില്ലേ, അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കൂ, ഏതൊക്കെ വേർഡ്സാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? കലിയാം. അപ്പം എന്ത് ചെയ്യുക? നിങ്ങൾ കവിതയിൽ ചെന്ന് കലിയാം എന്ന വേർഡിനെ അണ്ടർലൈൻ ചെയ്യുക. ദെൻ ക്യാരി, ഹവ, ധൂം, ചിടിയ.
കലിയാം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താ കൂട്ടുകാരെ, പൂമൊട്ടുകളല്ലേ. ദെൻ ഹവ എന്ന് പറഞ്ഞാൽ എന്താണ്, കാറ്റ്. ദെൻ ക്യാരി പൂത്തടം. ദെൻ ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയില്. ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ് പക്ഷിയല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ബൈ.